നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഇത്തവണ കാലാവസ്ഥാ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യമൊന്നാകെ ഇപ്പോൾ തണുത്തു വിറയ്ക്കുകയാണ്. വിവിധയിടങ്ങളിൽ മഞ്ഞുവീഴ്ചയും ശക്തമാണ്. താപനില -ഡിഗ്രിയിലേക്ക് താഴുമെന്നാണ് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ കുറഞ്ഞ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും 3 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തണുപ്പ് കാലത്തിന്റെ ആദ്യ പാദത്തിൽ സൗദി അറേബ്യയിൽ കടുത്ത തണുപ്പാകും ഇത്തവണ രേഖപ്പെടുത്തുകയെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകി. ശീതതരംഗം വീശിയടിക്കുന്നതിനാൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ വീശിയടിക്കുന്ന ശീതതരംഗമാണ് സൗദി അറേബ്യയിലും അനുഭവപ്പെടുന്നത്. സൗദി അറേബ്യയിലെ തബൂക്ക്, അൽ ജൗഫ്, ഹായിൽ എന്നിവിടങ്ങളാണ് അതിശൈത്യം. വിവിധയിടങ്ങളിൽ രാവിലെ കടുത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. അൽ ഗസീം, റിയാദ്, കിഴക്കൻ മേഖലകൾ എന്നിവിടങ്ങളിൽ താപനില താഴും. നജ്റാൻ മേഖലയുടെ ചിലയിടങ്ങളിലും മക്ക, മദീന മേഖലകളിലും തണുത്ത കാലാവസ്ഥയും ചിലയിടങ്ങളിൽ നേരിയ മഴയും ഉണ്ടായേക്കാം. കടൽ പ്രക്ഷുബ്ധമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അൽ ഗസീം, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലേക്കും ശീതതരംഗത്തിന്റെ ആഘാതം വ്യാപിപ്പിക്കും. അവിടെ താപനില 2 ഡിഗ്രി സെൽഷ്യസിനും 5 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താഴ്ന്നേക്കും. മക്കയുടെയും മദീനയുടെയും തീരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ ശക്തമായ കാറ്റെത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പൊടിക്കാറ്റ് മക്കയുടെയും മദീനയുടെയും ചില ഭാഗങ്ങളെ ബാധിക്കുന്നത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ ഇത് കാരണം അന്തരീക്ഷത്തിലെ ദൃശ്യപരത കുറയാൻ സാധ്യതയുണ്ട്. എല്ലാ പൗരന്മാരോടും താമസക്കാരോടും തീർത്ഥാടകരായി വിശുദ്ധ നഗരങ്ങളിൽ എത്തിയിട്ടുള്ള സന്ദർശകരോടും ജാഗ്രത പാലിക്കാനും വരാനിരിക്കുന്ന കാലാവസ്ഥയെ നേരിടാൻ തയ്യാറാകാനും കേന്ദ്രം ആഹ്വാനം ചെയ്തു. കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ നിരീക്ഷിക്കാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും NCM താമസക്കാരോട് അഭ്യർത്ഥിച്ചു. അതേസമയം UAEയുടെ ചില ഇടങ്ങളിലും താപനില 8 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. ദ്വീപുകളിലും വടക്കൻ എമിറേറ്റുകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അന്തരീക്ഷം പൊടി മൂടിയതായിരിക്കും. അന്തരീക്ഷ ഈർപ്പവും വർദ്ധിക്കും. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് ഉണ്ട്. പൊടിക്കാറ്റ് വീശുന്നതിനാൽ കാഴ്ചപരിധി കുറയും. അറബിക്കടലും ഒമാൻ കടലും പ്രക്ഷുബ്ധമായിരിക്കും. ഒമാനിൽ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മുസന്തം, അൽ ഹജർ പർവ്വതനിരകൾ, ഒമാൻ കടലിന്റെ ഭാഗങ്ങൾ, താഴ്വരകൾ തുടങ്ങിയ സ്ഥലങ്ങളാണ് മഴ ഉണ്ടാകുക. മിന്നൽ പ്രളയത്തിന് സാധ്യതയുള്ളതിനാൽ യാത്രകൾ ഒഴിവാക്കണം. കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മഴ മൂലം വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. മത്സ്യബന്ധനത്തിന് പോകുന്നവർ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അധികൃതർ പറയുന്നു. പൊടിയും മഴയും കാരണം ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാരും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.